നമ്മുടെ ഈ വാർത്തയുമായി പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരിയായിട്ടുള്ള കെ പി ശശികല ടീച്ചർ. സ്വാഗതം ശശികല ടീച്ചർ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ചെലവഴിച്ച കോടികൾ, അതായത് 4 കോടിയോളം രൂപ, കറക്റ്റായി പറഞ്ഞാൽ 3.40 കോടി രൂപ നഷ്ടമായി എന്നാണ് SIT നൽകിയ, ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ തുകയൊക്കെ ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുത്തു എന്നാണ്. തുകയൊന്നും പൂർണ്ണമായി കൊടുത്തിട്ടില്ല. സ്പോൺസർമാരാണ് ഈ പരിപാടി നടത്തുന്നത്. ദേവസ്വം ബോർഡിന് 1 രൂപ പോലും ചെലവില്ല എന്നൊക്കെയാണ് അന്ന് ദേവസ്വം മന്ത്രി, അന്നത്തെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തുമൊക്കെ ഭക്തജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ദേവസ്വം ബോർഡിൻ്റെ പണം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, 4 കോടിയോളം രൂപ. സർക്കാർ ഇതൊന്നും തിരിച്ചു നൽകിയിട്ടുമില്ല. എന്തായാലും സ്പോൺസർഷിപ്പിലൂടെ കുറേ പണം വന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇതെങ്ങോട്ട് പോയി, ആര് കൈക്കലാക്കി, അല്ലെങ്കിൽ ഈ ചെലവായ തുകയുടെ ഒരു കണക്കും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല. ഇത് നമ്മൾ പറയുന്നതല്ല, SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശശികല ടീച്ചർ? ആഗോള അയ്യപ്പ സംഗമം ഒരു ഉഡായിപ്പാണ് എന്ന് അന്നേ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചത്. കാരണം അങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടുന്ന ഒരു അത്യാവശ്യവും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പോയിട്ട് ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അയ്യപ്പസ്വാമിക്ക് പ്രചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വയം ആ ശക്തി മനസ്സിലാക്കിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരും. ഇപ്പൊ നമുക്കറിയാം, കൊടിമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഏത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഹമഹമികയ മുന്നോട്ട് വന്ന് സ്പോൺസർ നടത്താൻ ധാരാളം ആളുകൾ തയ്യാറാണ്. അറിയാലോ, കൊടിമരത്തിന്റെ ഒക്കെ പേരിൽ ധാരാളം അനധികൃതമായി കളക്ട് ചെയ്തെന്നും ഇതൊക്കെ നമ്മളിപ്പോ നിത്യേന എന്നോണം കണക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് അല്പം സാമ്പത്തികമുള്ള എല്ലാവരും 10 രൂപ വരുമാനം ഉള്ളുവെങ്കിൽ അതിൽ നിന്ന് 10 പൈസയെങ്കിലും മിച്ചം വെച്ച് അയ്യപ്പസ്വാമിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുള്ള അയ്യപ്പ ഭക്തരെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നു സ്പോൺസർമാരെ കണ്ടെത്താൻ ഇങ്ങനൊരു സമ്മേളനം. അപ്പൊ ഇതിൽ ഒരു ഉദ്ദേശം, ഒന്ന് അയ്യപ്പ ഭക്തിയെ തന്നെ ഒരു തരത്തിൽ അപമാനിക്കുക, 2 കമ്മ്യൂണിസ്റ്റ് സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്താലും അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഒരാളും ചെന്ന് വലിയ മേൽക്കടത്തിലില്ലാതെ പണം കൊടുക്കുക. അന്ന് അവിടെ ചെയ്തതെല്ലാം ധൂർത്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയും. അത്തരത്തിലുള്ള മണിമാളിക പോലുള്ള പന്തല് കെട്ടാണെങ്കിലും മുഖ്യമന്ത്രിക്ക് മുറിയൊരുക്കലാണെങ്കിലും എല്ലാം അവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒരു തരം ഈ ഇവിടുത്തെ നികുതിദായകരോട് അല്പം പോലും പ്രതിബദ്ധതയില്ല എന്ന് മാത്രമല്ല, നികുതിദായകരെ കളിപ്പിക്കുന്നതിന് തുല്യമായിരുന്നു അന്നാ ചെയ്തതല്ല. ഇപ്പോ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിശയിക്കാനില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പഠിച്ചിരുന്നു നിയമസഭ. അവർക്കെന്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭ. അധികാരം കഴിയാക്കാൻ ഇവിടെ ഇതേ പറ്റൂ എന്നതുകൊണ്ട് അവരതിലേക്ക് നിന്നു എന്നതിൽ കഴിഞ്ഞ് അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം വരിയില്ല. ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിയമസഭയോട് ഉത്തരവാദിത്വമുണ്ട്. അവിടെ അവതരിപ്പിക്കുന്നതെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ എന്തോ പറഞ്ഞോട്ടെ, അവിടെ അവതരിപ്പിക്കുന്നതെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ നിയമസഭയെപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ ആ സ്ഥാനത്ത് തുടരാൻ, നിയമസഭാംഗമായി പോലും തുടരാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. ഇപ്പോ SIT തന്നെ കണക്ക് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഉന്നയിക്കുന്ന ഏതെങ്കിലും ആരോപണമല്ലത്. SIT കോടതിയെ ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പണം ദേവസ്വം ബോർഡിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ധവളപത്രം ഇറക്കുന്നതാണ്. എന്ത് ചെലവായത്, ദേവസ്വം ബോർഡ് എന്താണല്ലോ ചെയ്തത്, ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് എന്ന നിലയിൽ ദേവസ്വം ബോർഡ് ഒരു ധവളപത്രം ഇറക്കും. ഇത് ആളുകളെ മൊത്തം വിഡ്ഢികളാക്കുന്ന വിധത്തിൽ മന്ത്രി ഒന്ന് പറയുക, ദേവസ്വം ബോർഡ് മറ്റൊന്ന് പറയുക, SIT ഇനി ഒന്ന് പറയുക. ഇതിന്റെ ഇടയിൽ എവിടെയോ സത്യം കിടക്കും. ആ സത്യം ഭക്തജനങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. അവരാരുമല്ല, ഞങ്ങളാണ് എല്ലാം ചെയ്യും. ആ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമാണ് ഇവിടെ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തുടർന്ന് പോകാൻ സാധ്യമല്ല. ഇത് വോട്ടർമാരെയും നികുതിദായകരെയും ഒക്കെ കളിപ്പിച്ചതിന് തുല്യമാണ്. അതിലുപരി ഭക്തര്, കാരണം ഭക്തരുടെ പണമാണ് ദേവസ്വം ബോർഡിലുള്ളത്. അത് ആരോട് ചോദിച്ച്, ആരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആരുടെ തീരുമാനപ്രകാരം, ഏത് നിയമം അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് അവർ ചെലവഴിച്ചത്? എവിടെയെങ്കിലും അയ്യപ്പ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി നാളിതുവരെ നയാ പൈസ ചെലവഴിച്ചിട്ടുണ്ടോ? എന്തിനെങ്കിലും വേണ്ടി ശബരിമല അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സനാതന ധർമ്മമാണത്. അത് നിലനിൽക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം അവിടെ വരുന്ന വരുമാനം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മണിമാളികകൾ കെട്ടുന്ന നേരം ആ സന്നിധാനത്തിന് ചുറ്റുമുള്ള കാട്ടില് ഇതിന്റെ സംരക്ഷകരായി നിൽക്കുന്ന വനവാസി സമൂഹമുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഈ ധൂർത്ത് ചെയ്തവരോട് ഒരിക്കലും കേരളം പൊറുക്കില്ല എന്നതിന് യാതൊരു സംശയവുമില്ല. ദേവസ്വം മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ അർഹതയുമില്ല. വ്യക്തമാണ്. ദേവസ്വം മന്ത്രി പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച സാഹചര്യം കണക്കിലെടുത്ത് ദേവസ്വം മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ ഈ അവസരത്തിൽ നമ്മളോട് പങ്കുവെക്കുന്നത്.